പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വചനദീപ്തി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം അത്രമാത്രം നമ്മെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ ആലോചനകളും ചിന്തകളും എല്ലാം ഈ സമയം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ മണിക്കൂറിൽ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യാൻ പോകുന്നു. നമ്മുടെ എത്ര വലിയ വേദനയാണെങ്കിലും വിഷയങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ ദൈവത്തിന് അത് മാറ്റാനായിട്ട് സാധിക്കും. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ എല്ലാം വിട്ട് എല്ലാം മറന്ന് കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് ഈ ദിവസം കർത്താവ് തന്ന ഒരു വചനമാണ് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 34 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു എന്ന്. കർത്താവ് എൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഇടപെടണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഒരു ശിശുഹൃദയം പോലെ നമ്മളെ ദൈവസന്നിധിയിൽ നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി മുറിവുകളും വേദനകളും പ്രശ്നങ്ങളും പലരിൽ നിന്നുള്ള പല പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഹൃദയം ഇന്ന് ഒത്തിരി കഠിനമായിരിക്കാം. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരണം, ദൈവം ഇടപെടണം എന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുനീരൊഴുകണം, നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. എളിമയുള്ളവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എളിമയോടെ നിലവിളിക്കുന്നവൻ്റെ നിലവിളി കർത്താവ് കേൾക്കുമെന്ന്. കർത്താവ് നിൻ്റെ ഹൃദയം പരിശോധിക്കുന്ന ദൈവമാണ്. കർത്താവ് നിൻ്റെ അലച്ചിലുകൾ എണ്ണുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ നിന്നെ നന്നായി അറിയുന്ന ഒരേ ഒരാൾ നിൻ്റെ ദൈവമായ കർത്താവാണ്. ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെടുത്താം, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് ഇന്ന വിഷയങ്ങളുണ്ട്, ഞാൻ ഇന്ന് തകർന്നിരിക്കുകയാണ്, എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നില്ല. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥനകൾ ഈ സമയം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി തവണ ഒത്തിരി ധ്യാനങ്ങൾ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാലും ചില വ്യത്യാസങ്ങൾ വരാത്തതിൻ്റെ കാരണം, എന്നാലും ചില മാറ്റങ്ങളൊന്നും കാണാത്തതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമായിക്കൂടെ, ഒരുപക്ഷെ നമ്മളിലുള്ള പാപത്തിൻ്റെ ബന്ധനമായിക്കൂടെ. നമ്മുടെ ഹൃദയം ഒന്ന് എളിമപ്പെടുത്തുകയാണെങ്കിൽ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും എന്ന് വിശ്വസിച്ചുകൂടെ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ദൈവവചനത്തിന് മനുഷ്യർ അത്രമാത്രം വിലയൊന്നും കൊടുക്കാത്തൊരു കാലഘട്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഞങ്ങളോട് സംസാരിക്കാമെന്നുണ്ട്, എന്തിനാണ് ഈ വചനം ഇങ്ങനെ തരുന്നത്, എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് എന്ന്, എന്തിനാണ് കൂദാശകൾ സ്വീകരിക്കുന്നത് എന്ന്, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യർ തങ്ങളുടെ ഹൃദയത്തെ ഇങ്ങനെ കാഠിന്യമാക്കി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണം. ഈ കൂദാശകൾക്കും ദൈവത്തിൻ്റെ വചനത്തിനും ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്, ദൈവത്തിൻ്റെ പ്രവർത്തികളുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണം, എളിമപ്പെടുത്തി കൊടുക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിൻ്റെ മുമ്പിൽ മറിയം തൻ്റെ ജീവിതത്തെ കൊടുത്തു, തൻ്റെ ആഗ്രഹങ്ങളെ കൊടുത്തു. ഇന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതമായിരിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒത്തിരി സാമ്പത്തികമായി വളരാനും ഒത്തിരി ചുറ്റുപാടുകൾ നമ്മൾ കെട്ടിപ്പടുത്തിയെടുക്കാനും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും നമ്മുടെ പേരും പ്രശസ്തിക്കും വേണ്ടി പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നതെന്ന്.
ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാനിലേക്കും ആ പദ്ധതിയിലേക്കും ദൈവം നമ്മളെ നടത്തുമ്പോൾ, ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കാലുകളിൽ ചിലപ്പോൾ ചില മുള്ളുകൾ കുത്തിക്കയറിയേക്കാം, ചിലപ്പോൾ ചില മുറിവുകൾ ഉണ്ടായേക്കാം. എന്നാലും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഓർക്കണമേ, എൻ്റെ ദൈവത്തിന് ഒരിക്കലും കണക്ക് തെറ്റുന്നവനല്ല. എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ ഉയർത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടത് നിഷ്കളങ്കനായ ഒരു അവസ്ഥയിലാണ്. എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കഠിന ഹൃദയമായിട്ടല്ല ഞാൻ നിൽക്കേണ്ടത്. കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിന്ന് നോക്കിയേ, കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടൊന്ന് നിന്ന് നോക്കിയേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാതെ പോവുകയില്ല. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി നിൽക്കുവിൻ, കർത്താവ് നിങ്ങളെ ഉയർത്തും. നമ്മുടെ ജീവിതം ഇന്ന് ആത്മീയമായിട്ടാണോ ഉയരുന്നത്, ഭൗതികമായിട്ടാണോ ഉയരുന്നത്? ഒട്ടുമിക്ക പേരും ഭൗമികമായ മേഖലയിൽ ഉയർച്ച വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ആത്മീയമായിട്ട് ഒന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചേ. ആത്മീയമായിട്ട് നമ്മുടെ മേഖലകളൊന്ന് മെച്ചപ്പെടുത്തിക്കേ. ആത്മീയതയിൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് ക്രമപ്പെടുത്തിക്കേ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി നോക്കിക്കേ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഓർക്കുകയാണ്, ഒരു കുടുംബം ഒത്തിരി തകർന്ന് പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഇനി മുന്നോട്ട് പോകില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു മകളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞു, ഒരു വിവാഹം നടക്കുന്നില്ല. ഒരു മകനുണ്ട്, ജോലിയൊന്നും ആവുന്നില്ല, വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരമ്മയുണ്ട്, അമ്മയ്ക്ക് ഒത്തിരി രോഗങ്ങളാണ്. ഇങ്ങനെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കൊണ്ടിങ്ങനെ ഒരു വീടുണ്ട്, ആ വീടിന് വേണ്ടത്ര വർക്കുകളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തോട് ഒരു ദിവസം സംസാരിക്കാനായിട്ടിടയായി. അപ്പോൾ ആ കുടുംബത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ധ്യാനമൊക്കെ കൂടി ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന്. പ്രിയപ്പെട്ടവർ, അവർ ആ പറഞ്ഞ കാര്യം ഹൃദയപൂർവ്വം അവർ സ്വീകരിക്കുന്നു. അവർ അന്നത്തെ ദിവസം തന്നെ അനുദപിച്ച് ഈ വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് അവർ കർത്താവിലേക്ക് തിരിയാനായിട്ട് അവർ തീരുമാനമെടുത്തു. അവർ ആ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ അവർ കർത്താവിൻ്റെ മുമ്പിൽ വരും വരായികൾ നോക്കാതെ, തങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് നോക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതങ്ങൾ അങ്ങ് സമർപ്പിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ നടന്നതെന്ന് പറയുന്നത്, ഇന്നലെ വരെ തടസ്സമായിട്ട് നിന്നിരുന്ന, ഇന്നലെ വരെ മുന്നോട്ട് പോകാതെ തടസ്സമായിട്ട് നിന്നിരുന്ന ചില വിഷയങ്ങൾ കർത്താവ് മാറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വിവാഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ ആ വ്യക്തിക്ക് കർത്താവ് നല്ലൊരു വിവാഹം ഒരുക്കുന്നു. ജോലിയില്ലാതിരുന്ന ആ മകന് ജോലി കൊടുക്കുന്നു. പണിതീരായിരുന്ന ഭവനത്തിൻ്റെ പണി കർത്താവ് ക്രമീകരിക്കുന്നു. നിൻ്റെ ആത്മീയ ജീവിതം മെച്ചപ്പെടുമ്പോൾ, നിൻ്റെ ആത്മീയ മേഖല വളരുമ്പോൾ കർത്താവ് നിൻ്റെ ഭൗമിക മേഖലയും അനുഗ്രഹിക്കും. അല്ലാതെ ഭൗമിക മേഖല മാത്രം അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന നിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള തിന്മയാണ് അപ്രകാരം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരുപക്ഷെ ഇന്ന് പട്ടിണിയായിരിക്കാം, ഒരുപക്ഷെ ഇന്ന് വലിയ ദാരിദ്ര്യത്തിലായിരിക്കാം, ഒരുപക്ഷെ ഇന്ന് ഒത്തിരി രോഗാവസ്ഥയിലായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന്. സങ്കീർത്തന പുസ്തകം 139-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് നിന്നെ കാണുന്നു, കർത്താവ് നിന്നെ അറിയുന്നു. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ചലിക്കുന്നതും ചിന്തിക്കുന്നതും ഒരു വാക്ക് നിൻ്റെ അധരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അത് അകലെ നിന്ന് അറിയുന്നുവെന്ന്. നമ്മുടെ തലയിലെ മുടിനാര് പോലും സൂക്ഷ്മമായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എളിമയോടെ നിന്നു കൊടുത്ത് നോക്കിയേ. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ ഒന്ന് നിന്നേ. കർത്താവ് ഉയർത്തുന്ന അനുഭവം ഉണ്ടാവും, കർത്താവ് പിടിച്ചു നടത്തുന്ന അനുഭവം ഉണ്ടാകും. ഇവിടെ കർത്താവിന് ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? വ്യക്തിപരമായി ഒന്ന് ചിന്തിച്ചു നോക്കണം. എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ എവിടെയാണ് ഞാൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത്? എന്ത് പ്രവൃത്തിയാണ് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? ഏതെല്ലാം നന്മകളാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്?
ഏത് വിധത്തിലാണ് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതെന്ന്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിന്നെയോ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്. ദൈവത്തോട് ഒപ്പമായിട്ടുള്ള ഒരു ജീവിതം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുന്നവർക്കാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രഹാം തൻ്റെ ഏകപുത്രനുമായി മോറിയാമലയിലേക്ക് ബലിക്കുള്ള അവസ്ഥയിൽ തൻ്റെ മകനെ ബലി കഴിക്കാനായിട്ട് മോറിയാമലയിലേക്ക് പോയ അബ്രഹാത്തെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം പറഞ്ഞതനുസരിച്ച് ചെയ്യുക എന്ന് മാത്രം. നാളെ എങ്ങനെ ജീവിക്കും, നാളെ എൻ്റെ തലമുറ ഉണ്ടാകുമോ, ദൈവം വാക്കുമാറുന്നവനാണോ, ദൈവം എന്നെ പറ്റിക്കുമോ, ദൈവം എന്നെ വിട്ടുകളയുമോ, ഒന്നും ചിന്തിക്കാതെ, വരും വരായികളൊക്കെ ഒന്നും നോക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ മനുഷ്യൻ മോറിയാമലയിലേക്ക് തൻ്റെ പുത്രനുമായിട്ട് പോകുന്നത്. ദൈവത്തിന് കരുതലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മുടെ മേലൊരു പ്ലാനുണ്ടെന്ന് മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മെ അനുഗ്രഹിക്കാനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നിന്നെ മെച്ചപ്പെടുത്തിയെടുക്കാനാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഈ എളിമയില്ലാത്തത് കൊണ്ട്, ഈ താഴ്മയോട് ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് കിട്ടേണ്ട നന്മകൾ, നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ജഡീക മോഹങ്ങളുടെയും പിന്നാലെ പരക്കം പായുമ്പോൾ നമ്മുടെ ഹൃദയം പരക്കം പായുകയാണ്. അവനെന്ത് കിട്ടുന്നു, അവനെ നോക്കി അവനെന്ത് കിട്ടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ് നിൻ്റെ കണ്ണുകൾ നോക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ് നിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കേണ്ടത്. ദൈവം എൻ്റെ മേൽ എന്ത് പദ്ധതിയാണ് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും. കർത്താവ് നമ്മെ ഉയർത്തും. ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലാണോ ഞാൻ നിൽക്കുന്നത്? അതായത് ദൈവവചനത്തെ അനുസരിച്ചാണോ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മത്തായി 4:4 പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു സമയം നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതം ഇന്ന് മുന്നോട്ട് പോകുന്നത് ദൈവവചനത്തെ ഞാൻ ഭക്ഷിച്ചിട്ടാണോ, ദൈവവചനത്തിൻ്റെ ആണോ, ഈ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്? പലപ്പോഴും എൻ്റെ സഹനങ്ങളും എൻ്റെ പ്രശ്നങ്ങളും ഇങ്ങനെ വണ്ണായിട്ട് ഓരോ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ വരുമ്പോൾ ഞാൻ പരാതി പറഞ്ഞ്, ഞാൻ പരിഭവം കാണിച്ച്, ഞാൻ വിശ്വാസത്തിൽ നിന്ന് അകന്ന്, വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇങ്ങനെ ലോകത്തിൻ്റെ സുഖത്തിലേക്കോ മദ്യപാനത്തിലേക്കോ മറ്റു തിന്മകളിലേക്കോ വഴിമാറിപ്പോകുന്ന ഒരു ജീവിതമാണോ എൻ്റേത് എന്നൊന്ന് പരിശോധിക്കണം. ചിലരൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഒത്തിരി നേർച്ചകൾ നേർന്നു, ഒത്തിരി ധ്യാനങ്ങൾ കൂടി, പ്രതിഫലമൊന്നും കിട്ടിയില്ല. പകരം അവർ എടുക്കുന്ന തീരുമാനം, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷയില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇനി ഒന്നും ചെയ്യാൻ ഇല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ദൈവം ഇടപെടില്ല എന്നൊക്കെയാണ്. ദൈവം ഇടപെടണമെങ്കിൽ, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാനുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, ദൈവത്തിന് എന്നെ ഉയർത്താൻ പറ്റണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം കുറക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വിട്ടുകളയണം. ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റണം, എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. സങ്കീർത്തനം 55:22 പറയുന്നു, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അവിടെ നിന്നാണ് നിന്നെ താങ്ങുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരുപക്ഷെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. ചില ജീവിതങ്ങളൊക്കെ ഓർത്ത് ഒത്തിരി കടബാധ്യത കയറി, ഒത്തിരി ബാധ്യത വന്ന് ഇനി മുന്നോട്ട് പോകില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം നമ്മളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി ഇപ്പോൾ നമ്മുടെ നോട്ടത്തിൽ ഉണ്ടാവില്ല, ഇപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഒരു വഴി ഉണ്ടാവില്ല. നാളെ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ല. എൻ്റെ മക്കളുടെ ജീവിതം എന്തായിത്തീരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. എൻ്റെ രോഗാവസ്ഥക്ക് മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല.
പക്ഷെ ഒരു കാര്യം, നീ കർത്താവിന് മുമ്പിൽ വഴി തുറന്നാൽ, നീ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു കൊടുത്താൽ, പ്രിയപ്പെട്ടവർ, ഉറപ്പായും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. കർത്താവ് ഇടപെടും, അത്ഭുതകരമായി ഇടപെടും, അത്ഭുതകരമായി ഇടപെടും. കർത്താവിൻ്റെ ഈ കരത്തിൻ്റെ കീഴിൽ ഒന്ന് താഴ്മയോടെ നിൽക്കുക. വേണ്ട, ദൈവത്തിന് വിട്ടുകൊടുക്കുക. എനിക്ക് കർത്താവുണ്ട്, എൻ്റെ ദൈവമുണ്ട്, മറ്റൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവം എന്നെ നയിച്ചുകൊള്ളും, എൻ്റെ ദൈവം എന്നെ പരിപാലിച്ചോളും, എൻ്റെ ദൈവം എന്നെ വഴി നടത്തും എന്നൊന്ന് വിചാരിച്ചു നോക്കി. ദൈവത്തിനറിയാം. സങ്കീർത്തനം 34:10 പറയുന്നു, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവ് ഉണ്ടാകുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കുറവുകൾ മാത്രമായി പോയത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമായി പോയത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാത്തതിൻ്റെ കാരണം എന്താ? ചിന്തിക്കുക. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ എളിമയോടെ ആണോ നിർത്തുന്നത്? എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ എളിമയിലാണോ നിൽക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയിലാണോ നിൽക്കുന്നത്? ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു, ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ നിൽക്കുന്നു, ഞാൻ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നു, എന്നിട്ടും എൻ്റെ ജീവിതം എന്താ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് വെറും വിശ്വാസി ആയാൽ മാത്രം പോരാ. വെറും ഒരു വിശ്വാസിയല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള താഴ്മയുള്ള എളിമയുള്ള നിഷ്കളങ്കതയുള്ള മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഫിലിപ്പി ലേഖനം 2:7 പറയുന്നുണ്ട്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ളൊരു സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ തന്നെ താഴ്ത്തി. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തെ പോലെ നടന്നില്ല. അവൻ ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞ് നടന്നില്ല. അവൻ മനുഷ്യരുടെ ഇടയിൽ തന്നെ താഴ്ത്തിയെന്ന്. ഇവിടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, നമ്മുടെ മക്കളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ വേണ്ട വിധത്തിലൊക്കെ ഒന്ന് താഴ്മയിലൂടെയാണോ ഞാൻ നിൽക്കുന്നത്? ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ മേഖലകളിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ ജോലി സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത്? ഏത് മനോഭാവമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്? എൻ്റെ മനോഭാവം ഒത്തിരി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതുമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപക്ഷെ നമുക്ക് വിശ്വാസമുണ്ടാകും, ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ ഹൃദയം ദൈവസന്നിധിയിൽ താഴ്മയുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. നിഷ്കളങ്കമായി മാറുക. ഒത്തിരി എളിമപ്പെടാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ നമുക്ക് തരും. കർത്താവ് ആഗ്രഹിക്കുന്ന മനോഭാവം ഇതാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന നിന്നെ ഉയർത്തണമെങ്കിൽ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്നത് നിൻ്റെ മനോഭാവത്തിനൊരു മാറ്റം വരണം, നിൻ്റെ ഹൃദയ വിചാരങ്ങൾക്കൊരു മാറ്റം വരണം. ഇന്നലകളിൽ ജീവിച്ചതുപോലെ തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് സമയം കളയാമെന്നല്ലാതെ ആ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹൃദയം എളിമപ്പെടുത്തി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണം. ദൈവമേ എന്ന് മാത്രം വിളിച്ചാൽ പോരാ, ദൈവം ആഗ്രഹിക്കുന്ന മനോഭാവം സ്വീകരിക്കണം. നമുക്കറിയാം, ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ വസതിയിൽ നിന്ന് വിട്ടുമാറി അവൻ സ്വന്തം ഇഷ്ടത്താൽ ജീവിച്ച് അവസാനം പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് വയർ നിറക്കാനായിട്ട് ആഗ്രഹിച്ചു. അതുപോലും അവന് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, അവന് സ്വബോധം ഉണ്ടായെന്ന്. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടായെന്ന്. അവൻ അപ്പോഴാണ് തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ ഒത്തിരി കൂട്ടുകാരുണ്ടായി, ഒത്തിരി സുഖങ്ങളുണ്ടായി, ഒത്തിരി സമ്പത്തുണ്ടായി, പലതുമുണ്ടായി. പക്ഷേ അപ്പോഴും ദൈവം ആരാണ്, സ്വന്തം അപ്പൻ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവനുണ്ടായിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി, അവൻ പിതാവിലേക്ക് നോക്കി, അവൻ കർത്താവിലേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളും ഇങ്ങനെ ഈ വഴിയിലൂടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തെന്നിമാറിപ്പോണ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ കർത്താവിലേക്കൊന്ന് നോക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്കൊന്ന് നോക്കണം. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു, എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കണം. ഞാൻ വലുതാകണം, ഞാൻ ശരിയാവണം, ഞാൻ മാത്രമാണ് ശരി എന്നുള്ള നിലപാടല്ല. പിന്നെയോ നമ്മെ തന്നെ താഴ്ത്തുന്ന, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നിർത്തിക്കൊടുക്കുന്ന ഒരു മനോഭാവമായിട്ട് നമുക്ക് മാറണം.
അവിടുന്ന് ആ പാപം ഉപേക്ഷിച്ച്, ആ പന്നിക്കുഴി ഉപേക്ഷിച്ച്, ആ തിന്മ ഉപേക്ഷിച്ച്, ആ മനോഭാവം ഉപേക്ഷിച്ച് പിതാവിങ്കിലേക്ക് ചെല്ലാൻ, കർത്താവിങ്കിലേക്ക് ചെല്ലാൻ ബഹുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ബഹുമാനിക്കണം, വിശ്വസിക്കണം, കൂദാശകളെ ആദരിക്കണം, വിശ്വസിക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ, നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ പലർക്കും കൂദാശകൾ, ദൈവവചന ശുശ്രൂഷകളിലൊക്കെ ഒന്നും ഒരു താല്പര്യമില്ലാത്തതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ അവരുടെ ഹൃദയത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. ഇത് മാറണം. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെക്കാളും വലുതായിട്ട് നമ്മുടെ കർത്താവിനെ ഒന്ന് നിർത്തി നോക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക? പ്രിയപ്പെട്ടവരെ, അത് കർത്താവിനെ കിട്ടുമ്പോഴായിരിക്കണം, അത് ദൈവത്തെ കാണുമ്പോഴായിരിക്കണം, അത് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴായിരിക്കണം ഈ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ 10-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവെ, എളിയവരുടെ ഹൃദയാഭിലാഷം അവിടുന്ന് സാധിച്ചു കൊടുക്കും, അവരുടെ ഹൃദയത്തിന് അവിടുന്ന് ബലം നകരും എന്ന്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്കണം. എൻ്റെ ദുർബലമായ ഈ ഹൃദയം മാറി എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോട് നിൽക്കുന്ന ഒരു മനസ്സ്, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ശക്തിയോടെ നിൽക്കാനുള്ള ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് ഈ പരാജയം? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച? കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ ഹൃദയം ഒരു നിഷ്കളങ്കമായ ഹൃദയമായിട്ടില്ല. ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തിയിട്ടില്ല എന്നുള്ളത്. ഞാൻ താഴ്ത്തിയത് മനുഷ്യരുടെ മുമ്പിലായിരിക്കാം. മനുഷ്യർ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു പക്ഷേ അവന് നല്ല എളിമയുണ്ട്, താഴ്മയുണ്ടെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും, തോന്നുമായിരിക്കും. പക്ഷേ ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ഒരു എളിമയില്ലെന്ന് ദൈവത്തിന് തോന്നിയാൽ എങ്ങനെയാ ദൈവം നമ്മെ അനുഗ്രഹിക്കുക? ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം കർത്താവ് ഏറ്റെടുക്കണം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കണം, വിശ്വസിക്കണം. അതിനുവേണ്ടി എൻ്റെ ഹൃദയത്തെ ഞാൻ പരിശോധിക്കണം. അഹങ്കാരമുള്ള, സ്വാർത്ഥതയുള്ള, പാപം നിറഞ്ഞ, ധനമോഹമുള്ള, ആസക്തിയുള്ള ഈ ഹൃദയത്തെ കർത്താവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കുക. എന്നിട്ട് ദൈവ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ജീവനാണെങ്കിലും മരണമാണെങ്കിലും അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദൈവമേ നിനക്ക് നന്ദി, ദൈവമേ നിനക്ക് മഹത്വം എന്ന് പറഞ്ഞ് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഓരോരുത്തരും പരിശോധിക്കട്ടെ, എങ്ങനെയാണ് എൻ്റെ മനോഭാവം? ദൈവത്തിന് സ്വീകാര്യമായ ഒരു മനസ്സാണോ എൻ്റെത്? ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന, ദൈവത്തിന് ഉയർത്താൻ പറ്റുന്ന ഒരു മനോഭാവമാണോ എൻ്റെത് എന്ന് ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ സമയം കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് കണ്ണുകളടച്ച് ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് കൊടുത്തേ. കർത്താവേ, എൻ്റെ ഹൃദയം ഒത്തിരി കഠിനമാണ്, എൻ്റെ ഹൃദയം ഒത്തിരി പാപബന്ധനങ്ങളിലാണ്, എൻ്റെ ആഗ്രഹം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. കർത്താവേ, ഞാൻ ദൈവത്തെ വേണ്ട വിധത്തിൽ സ്നേഹിച്ചിട്ടില്ല, ദൈവത്തെ ആഴമായി വിശ്വസിച്ചിട്ടില്ല. എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവെ ഞാൻ ദൈവസന്നിധിയിൽ നിന്നു. അത് എൻ്റെ അഹങ്കാരമാണ്, എൻ്റെ കഠിനതയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമേ, ഈ സമയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, എളിമയുള്ളൊരു ഹൃദയം നൽകണമേ. കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ മകൻ എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ എന്നെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ പരിശുദ്ധമ്മ മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് രൂപപ്പെടുത്താൻ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.